ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വരാനിരിക്കുകയാണ്. അതിലേറ്റവും നമ്മളൊരു ഹീറ്റഡ് ക്ലാഷ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് റയൽ മാഡ്രിഡ് വേഴ്സസ് ബയൺ മ്യൂണിക്കാണ്. പക്ഷേ അതിൽ റയലിൻ്റെ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ സീസൺ ഭയങ്കര ഒരു ഇൻകൺസിസ്റ്റൻസിയാണ്. ആദ്യം കോച്ചുമാർ മാറുന്നു, പിന്നെ പ്ലെയേഴ്സിൽ ലൈനപ്പിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു, പ്രതീക്ഷിക്കുന്ന താരങ്ങളൊക്കെ അകത്ത് ചിലർ പുറത്താവുന്നു. പക്ഷേ പെർഫോമൻസും അതിൽ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയോട് നന്നായി കളിക്കുന്ന റയൽ കഴിഞ്ഞ ദിവസം മയോർക്കയോട് തോൽക്കുന്നു. അതായത് ജയിക്കുമോ തോൽക്കുമോ എന്നൊരു ഉറപ്പില്ലാതെയാണ് പലപ്പോഴും റയൽ ഇറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ബേസിക്കലി ബയണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ റയൽ മാഡ്രിഡിന് എത്രത്തോളം പ്രശ്നമാണ് ക്രിയേറ്റ് ചെയ്യുക? റയൽ മാഡ്രിഡിൻ്റെ എനിക്ക് ഇപ്പോൾ ഈ റീസെൻ്റ്ലി അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോർ ദൻ ഇൻകൺസിസ്റ്റൻസി വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഇഞ്ചറി പറ്റുന്ന കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലിഗ എന്ന് പറയുമ്പം ലീഗാകുമ്പോൾ ഒബ്വിയസ്ലി പ്ലെയേഴ്സിന് ഇഞ്ചറി ഇല്ലാതെ സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാലേ ആ ഒരു കൺസിസ്റ്റൻസി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചറീസ് അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റീസെൻ്റായിട്ട് കോച്ചസ് കുറേ മാറുന്നുണ്ട്. ഷാബി അലോൺസോ മാറി, ഇപ്പോൾ പുതിയ കോച്ച് വന്നു ആബലോവ പോലത്തെ കോച്ച് എന്ന് പറയുമ്പം ഇപ്പോൾ ഞാൻ റയലിൻ്റെ ഒരുപാട് മാച്ചസ് കണ്ടിട്ടില്ല. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് മാച്ച് വന്നു, പക്ഷേ ഞാനപ്പം വി തോട്ട് ലൈക്ക് അത്രയും പ്ലെയേഴ്സ് ഇഞ്ചുറി ആയി പുറത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കുമായിരിക്കാം എന്നുള്ളത്. അതുകൊണ്ട് PSG വേഴ്സസ് ചെൽസി എന്നുള്ള മാച്ച് പ്രിഫർ ചെയ്തു. പക്ഷേ കണ്ട മാച്ചസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആബലോവ എന്ന് പറയുന്ന കോച്ച് സ്റ്റിൽ ഡിഫൈനിങ് ഹിസ് സിസ്റ്റം. ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കോച്ചാണ് ആബലോവ. ഇപ്പോൾ ഒരു പക്ക പൊസിഷണൽ പ്ലേ ആൾ പ്രിഫർ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പക്ക ഒരു ട്രാൻസിഷണൽ വെർട്ടിക്കൽ അറ്റാക്സ് ആൾ പ്രിഫർ ചെയ്യുന്നില്ല. ഹി ഈസ് ട്രൈങ് ടു ബിൽഡ് എ ബാലൻസ് ബിറ്റ്വീൻ ദിസ് തിങ്സ്. അപ്പോൾ ആ ഒരു ബാലൻസ് കണ്ടെത്തുന്നതിൻ്റെ ആ ഒരു ഇൻകൺസിസ്റ്റൻസി മേ ബി നമുക്ക് അവരിൽ കാണാം. പക്ഷേ ഈ റയൽ മാഡ്രിഡിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു DNA എന്ന് പറയുന്നത് UCL ഞാൻ പറഞ്ഞിട്ടല്ല, ഞാനിപ്പോൾ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് ആർ ഗോയിങ് ടു ലൈക്ക് എന്നെ ഫയർ ചെയ്യും. പക്ഷേ 15 UCL ഇസ് നോട്ട് എ സ്മോൾ തിങ്. അപ്പോൾ ഈ സിറ്റിക്കെതിരെ വരുമ്പോൾ തന്നെ അവർ ഗെറ്റാഫിനേറ്റ് പരാജയപ്പെടുന്നുണ്ട്, ഒസാസുന എന്ന് പറയുന്ന ക്ലബിനേറ്റ് പരാജയപ്പെടുന്നുണ്ട്. അത്രയും പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ട് പുറത്ത് നിൽക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ട് പോലും ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ ഫെഡേ വാൽവേഡെ എന്ന് പറയുന്ന പ്ലെയറിനെ കൊണ്ട് ആളുടെ കരിയറിൽ തന്നെ ആദ്യത്തെ ഹാട്രിക് അടിക്കാൻ സാധിച്ചു. ആൻഡ് ഇപ്പോൾ ഇതാ മയോർക്കനേറ്റ് പരാജയപ്പെട്ടു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു UCL DNA എന്ന് പറയുന്നത് അത് ബയണേറ്റ് വരുമ്പോൾ മേ ബി മാഡ്രിഡിന് അഡ്വാൻറ്റേജ് ആയേക്കാം. ബട്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിൽ ലൈക്ക് അവരുടെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു ലെവൽ ഓഫ് ഗെയിം ഇമ്പാക്റ്റ് ഒക്കെ വെച്ചിട്ട് ഐ തിങ്ക് റൈറ്റ് നൗ അഡ്വാൻറ്റേജസ് ഫോർ ബയൺ മ്യൂണിക്. പക്ഷേ റയലിൻ്റെ ഞാൻ പറഞ്ഞ ഈ ഒരു UCL DNA വെച്ചിട്ട് ദർ ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് റയൽ മൈറ്റ് വിൻ അഗെയിൻസ്റ്റ് ബയൺ മ്യൂണിക്. ഇപ്പോൾ റയലിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഒരു പുതിയ കോച്ചിൻ്റെ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ ഒരുപാട് പ്ലെയേഴ്സിന് അവരുടെ ഏറ്റവും മികച്ച പൊട്ടൻഷ്യലിലേക്ക്, ഇപ്പം തിയാഗോ വിറ്റാർസിനെ പോലുള്ള പ്ലെയേഴ്സിനൊക്കെ അക്കാഡമിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് ഒരു സീനിയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ അർബലോനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ അർബലോ എപ്പോഴും ഭയങ്കര ക്രിറ്റിസിസം വരുന്നതെന്ന് വെച്ചാൽ ഏതൊരു മത്സരം കഴിയുമ്പോഴും റയൽ തോറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾ കുറ്റം ഏറ്റെടുക്കും. ഈ കളി തോറ്റത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഞാനാണ് അതിന് മൊത്തം ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് ഏറ്റെടുക്കും. അതായത് സ്വന്തം പ്ലെയേഴ്സിലേക്ക് ആ ഒരു പ്രഷർ കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പ്ലെയേഴ്സിനെ ഫ്രീ ആക്കാണ്, പ്ലെയേഴ്സിനെ മൈൻഡ് ഫ്രീ ആക്കാന്ന്, അവർക്ക് അടുത്ത മത്സരം ഇതൊക്കെ മറന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുകയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ടിട്ടാണ് റയലിൻ്റെ മുമ്പത്തെ പരിശീലകർ, ഇപ്പോൾ അൻസലോട്ടിയെ പോലുള്ളവർ, അതുപോലെ തന്നെ ഹോസെ മൗറിനിയോ പോലുള്ളവർ, ഈ പരിശീലകരൊക്കെ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലെയേഴ്സിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് കറക്റ്റ് ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ ഒരു താരത്തിൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്ലെയറിൻ്റെ ഈ ഫോമില്ലായ്മ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം നമുക്ക് അഫക്റ്റ് ചെയ്തെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് അത് ആ പ്ലെയറിന് തിരുത്താനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ ഈ അർബലോയുടെ ഈ ഒരു സിസ്റ്റം, അതായത് എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കുന്നത് ശരിക്കും റയലിനൊരു അത്ര നല്ല കാര്യമാണോ? ലൈക്ക് ആബലോവ എന്ന് പറയുന്ന കോച്ച് ആൾ സീനിയർ പ്രൊഫഷണൽ കരിയറിലോട്ട് വരുന്നുള്ളൂ. ഹീ ഈസ് ഓൾസോ ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. ആളും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ റയൽ എന്ന് പറയുന്ന ക്ലബ്ബ് ബാക്കിയുള്ള ക്ലബ്ബുകളെ പോലെയല്ല. ലൈക്ക് ഇഫ് ബാഴ്സലോണൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതൊരു കോച്ചാണ്. ബട്ട് റയലിനെ പോലത്തെ ഒരു ക്ലബ്ബിൽ മോർ ദൻ കോച്ചിനെക്കാട്ടിലും ഒരു മാനേജർ റോൾക്കുള്ള ആളെയാണ് വേണ്ടത്. അപ്പോൾ ആബലോവ ഒരു പരിധി വരെ ആളിപ്പോൾ ചെയ്യുന്നത് ഐ തിങ്ക് ഇസ് കൈൻഡ് ഓഫ് റൈറ്റ് തിങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഷാബി അലോൺസോ ഒക്കെ സംഭവിച്ചത് എന്താ നമ്മൾ കണ്ടതാണ്. ഈവൻ ദോ മൊത്തത്തിൽ പ്ലെയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ലെങ്കിലും ആൾക്ക് ഡ്രസ്സിങ് റൂമിൽ പ്രോപ്പർ വേണ്ട റെസ്പെക്റ്റ് കിട്ടുന്നില്ല, കാര്യങ്ങൾ കിട്ടുന്നില്ല. ആൻഡ് എംബാപ്പെ ലൈക്ക് ആ ഒരു ഗോഡ് ഓഫ് ഓണർ കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ആ ഒരു ഇഷ്യൂസും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം പാരലലി നടന്നിട്ടുണ്ട്. അപ്പോൾ ആബലോവ ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് റയൽ മാഡ്രിഡിനെ പോലത്തെ ഒരു ക്ലബിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ക്രിറ്റിസിസം ഏറ്റെടുത്ത് പ്ലെയേഴ്സിനെ ഒന്ന് പുഷ് ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ ഒരു പുഷ് കൊടുക്കുന്നതാവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇസ് ഫൈൻ ഫോർ റയൽ മാഡ്രിഡ് ഫോർ ദ കറൻറ്റ് സിറ്റുവേഷൻ.
ഇപ്പോൾ റയലിൻ്റെ പല മത്സരങ്ങളും പ്രത്യേകിച്ച് ബിഗ് മാച്ചസ് ചാമ്പ്യൻസ് ലീഗ് പോലത്തെ മാച്ചസിലൊക്കെ നമുക്കറിയാം റയലിൻ്റെ അറ്റാക്ക് വീക്കായാലും മിഡ്ഫീൽഡും ഡിഫൻസും ഒക്കെ വീക്കായാലും ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കൊടുക്കുന്ന ഒരാൾ തിബോ കോർട്ടോയ്സ് ആണ്. നമുക്കറിയാം ഒരുപാട് ട്രോഫീസ് വിൻ ചെയ്തതിൽ അല്ലെങ്കിൽ ഒരുപാട് മാച്ചസ് വിൻ ചെയ്തത് ഇയാൾ ഒറ്റക്ക് നന്നായി കളിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കറന്റ് ഹീസ് ഇൻജുർഡ് ആൻഡ് ബയൺ മ്യൂണിക്ക് പോലത്തെ ഒരു വേൾഡ് ക്ലാസ് അറ്റാക്കിംഗ് നേരെയുള്ള ഒരു ടീമിനോട് കളിക്കുമ്പോൾ അത് എത്രത്തോളം റയലിന് സഫർ ചെയ്യാൻ അല്ലെങ്കിൽ റയലിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്? അത് ബയൺ മ്യൂണിക്കിൻ്റെ അറ്റാക്ക് നമുക്കറിയാം. ഇപ്പോൾ ബയൺ മ്യൂണിക്കിൻ്റെ കേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെയിൻ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ഹാരി കെയ്ൻ അല്ലെങ്കിൽ മൈക്കൽ ഒലീസെ ആൻഡ് ദേ ഓൾസോ ഹാവ് ലൂയിസ് ഡിയാസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റാക്കാണ്. ഇനി ബയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്ത് വിൻസെൻ്റ് കോമ്പനി വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും ദേ ക്യാൻ സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ് അറ്റാക്ക്. ലൈക്ക് ഐ തിങ്ക് ലെവർകൂസനെതിരെയാണെന്ന് തോന്നുന്നു അവരുടെ സീസണിൽ ഫസ്റ്റ് കളിച്ച മാച്ച്, എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ 3 പ്ലേയേഴ്സും ഇല്ലാതെ ദേ വർ ഏബിൾ ടു ലൈക്ക് മാനേജ് വിത്ത് 3 ഗോൾസ്. 3 ഗോൾസ് ലീഡിലാണ് അവർ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് ഫ്രണ്ടാണ് ബയൺ മ്യൂണിക്കിന് കറൻ്റ് ഉള്ളത്. ഭയങ്കര ഫ്ലൂയിഡായിട്ട് കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ് ബയൺ ഉള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് റയൽ മാഡ്രിഡ് അവരുടെ ഓരോ പൊസിഷനിൽ കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ സേവ് ചെയ്യാൻ തിബറ്റ് കോർട്ടോ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം റയൽ മാഡ്രിഡിനുണ്ട്. പക്ഷേ ആളില്ലാത്തത് എന്തുകൊണ്ടും റയൽ മാഡ്രിഡിന് ലൈക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തേക്കാം വിത്ത് ദിസ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഓഫ് ബയൺ മ്യൂണിക്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റയലിനെ പറ്റി സംസാരിക്കുമ്പോൾ ബയണിനെ പറ്റിയും പറയണം. ബയൺ നമുക്കറിയാം യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ആണ്. അപ്പം 100 ഗോളുകൾ സീസൺ എൻഡായിട്ട് പോലും ഇല്ല, പക്ഷെ അപ്പോഴേക്ക് 100 ഗോളുകൾ യൂറോപ്പിലാകെ അടിച്ചു കഴിഞ്ഞു. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ മാറ്റി ഒരു സെക്കൻഡ് നിരയെ ഇറക്കിയാൽ പോലും മത്സരം വിജയിക്കാൻ പോകുന്ന ഒരു ടീമാണ്. അപ്പോൾ വിൻസെൻ്റ് കോമ്പനി അവിടെ കൊണ്ടുവന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് മുമ്പ് ഒരുപാട് ജർമ്മൻ പരിശീലകർ മാറി മാറി വന്ന് ബയണിൽ ഉണ്ടാക്കിയെടുത്ത ലെഗസി കീപ്പ് ഓൺ ചെയ്യാൻ വിൻസെൻ്റ് കോമ്പനിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആളുടെ ഒരു പ്ലേ ഓഫ് സ്റ്റൈലിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ഈ കമ്പനി വന്ന ടൈമിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ സീസണിൽ ബയണ് ഒരു ട്രോഫി പോലും വിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആൾ വരുന്നത്. ആൻഡ് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് ഫുട്ബോൾ പണ്ഡിറ്റ്സ് അതിനെ എതിർത്തിട്ടുണ്ട് കമ്പനിയെ പോലത്തെ ഒരു കോച്ച് വരുമ്പം. കാരണം ഐ തിങ്ക് ഹി വാസ് റെലഗേറ്റഡ് ഫ്രം ലൈക്ക് പ്രീമിയർ ലീഗിൽ ബേൺലി ആയിട്ട് റെലഗേറ്റ് ചെയ്തിട്ടാണ് ആൾ ബയൺ മ്യൂണിക്കിലോട്ട് വരുന്നത്. പക്ഷേ ദ തിങ് ഈസ് ആൾ ആ പൊസഷണൽ ഗെയിമിൽ ഉറച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ബയണിൻ്റെ എനിക്ക് ഫീൽ ചെയ്തൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ പൊതുവേ ഹൈലൈൻ കളിക്കുന്ന ടീം പെട്ടെന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നല്ല ഒരു ട്രാൻസിഷണൽ അറ്റാക്ക് കളിക്കുന്ന ടീം വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ബയണ് എവിടേക്കോ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ഫോർമേഷൻ എനിക്ക് തോന്നുന്നു ഒരു അറ്റാക്കിംഗ് തേർഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് ചെയ്യുമ്പം അവരുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു 2-6 അത്രയും പ്ലെയേഴ്സ് ഓവർലോഡായിട്ടാണ് അവിടെ കളിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും പെട്ടെന്നൊരു ട്രാൻസിഷണൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളത്. വി മൈ തിങ്ക് ലൈക്ക് ദാറ്റ്. പക്ഷേ അങ്ങനെയല്ല. കമ്പനി ഹാസ് ഫൗണ്ട് എ പ്രോപ്പർ ബാലൻസ്. 2 ഫുൾ ബാക്സിനെ ഇൻവേർട്ടഡായി കളിപ്പിച്ചിട്ട് അവിടെ ഫുൾ ബാക്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുള്ളൊരു സിസ്റ്റമാണ് കമ്പനീൻ്റെ. ആൻഡ് ഓൾസോ ഹാരി കെയ്ൻ എന്ന് പറയുന്ന പ്ലെയർ ഹിസ് പൊസിഷനിങ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൾ ടോട്ടൻഹാമിൽ പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നൗ ഹീസ് ഇൻ ബയൺ മ്യൂണിക്. ഇവിടെയും ആൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് 80 ഗോൾസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഹാരി കെയ്നെ പോലത്തെ ഒരു പ്ലെയർ പ്രോപ്പർ പൊസിഷനിങ്ങിലുണ്ട്. ആൻഡ് ഇപ്പോൾ ഹാരി കെയ്ൻ ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾ ലിങ്കപ്പിലേക്ക് നല്ല അടിപൊളിയായിട്ട് ആൾ പോകുന്നുണ്ട്. ലൈക്ക് ആ ഒരു ക്രിയേറ്റീവ് റോളിലോട്ടും കൂടെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കമ്പനീൻ്റെത്. ലൈക്ക് ആ ഒരു ഫുൾ ബാക്സിനും കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്പർ 10 നിൽക്കുന്ന ആൾക്ക് ലൈക്ക് നാബ്രി, ഹാരി കെയ്ൻ ഇവർക്ക് പോലും അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുത്തുള്ള സിസ്റ്റമാണ് കറൻ്റ്ലി ബയൺ മ്യൂണിക് ഈസ് ഫോളോയിങ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ബയൻ്റെ ഒരു പ്ലെയറാണ് മൈക്കൽ ഒലീസെ. വൺസ് ദേ ഹാഡ് ജമാൽ മുസിയാല. ഒരിക്കലും അവർ ജമാൽ മുസിയാല ആയിരുന്നു അവരുടെ ഒരു സെൻറ്റർ ഓഫ് പ്ലേ മേക്കിംഗ് എന്നുള്ളത്. പക്ഷെ ആൾ പരിക്കുപറ്റി പുറത്തു പോകുമ്പം അത് ബയണ് വലിയൊരു ഒരു സ്ലോ ഫ്രീ ആയിരുന്നു. അവിടെ ആ പൊസിഷൻ ആര് കവർ ചെയ്യുമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കാരണം മുള്ളർ ടീം വിടുന്നു. ആൻഡ് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വളരെ പെട്ടെന്ന് ഒലീസിനെ കൊണ്ട് പറ്റി. പക്ഷേ അത്ര അപ്രീസിയേഷൻ ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. സ്വാഭാവികമായിട്ട് അത് ബുണ്ടസ് ലീഗ് ആയതുകൊണ്ടാണ്, അത് ബയൺ മ്യൂണിക് ആയതുകൊണ്ടാണ്. അവിടെ ചെയ്യുന്നതൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ യൂറോപ്പിലേക്ക് വരുമ്പോഴും അയാൾ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫോമൻസ് അതേ കൺസിസ്റ്റൻസിയിൽ കീപ്പ് ചെയ്യുന്നു.
ഈ ഒരു സീസണിലെ ഒലീസയുടെ പെർഫോമൻസ് കോൺട്രിബ്യൂഷൻസ് എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി നമ്മൾ സംസാരിക്കുമ്പോൾ? മൈക്കൽ ഒലീസ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബുണ്ടസ് ലീഗ എന്നുള്ളൊരു ഫാക്ടറാണ്. മേ ബി ആ ഒരു പ്ലെയർ റയൽ മാഡ്രിഡോ ബാഴ്സലോണ അല്ലെങ്കിൽ സിറ്റി അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടീമിലായിരുന്നെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഹൈപ്പ് കിട്ടേണ്ട ഒരു പ്ലെയറാണ്. ഈ പറഞ്ഞ പോലെ ജമാൽ മുസിയാല എന്ന് പറയുന്ന പ്ലെയർ നമുക്കറിയാം. ഇനിയിപ്പം ജർമ്മനീൻ്റെ കേസിലാണെങ്കിലും ആസ് എ നാഷണൽ ടീം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ബയൺ മ്യൂണിക്കിൻ്റെ കേസിലാണെങ്കിലും ടൈറ്റ് സ്പേസിൽ ബോൾ ക്യാരി ചെയ്യാനുള്ള ടെക്നിക്കൽ എബിലിറ്റി നല്ലോണമുള്ള ഒരു പ്ലെയർ ആയിരുന്നു മുസിയാല. ആളുടെ ഇഞ്ചറി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബയൺ മ്യൂണിക്കിനെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒലീസെ ആ റൈറ്റ് വിങ്ങിൽ ചെയ്യുന്നത് ഇസ് എക്സെപ്ഷണൽ. ആൾ ഇൻസ്റ്റെപ്പ് ചെയ്ത് ബോൾ കേൾ ചെയ്യുന്ന ആ ഒരു രീതിയാണെങ്കിലും ആൻഡ് വളരെ ടൈറ്റ് സ്പേസിൽ ഡ്രിബിൾ ചെയ്ത് ആ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും മൈക്കൽ ഒലീസ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് വിത്ത് ബയൺ മ്യൂണിക്. ആൻഡ് റയൽ മാഡ്രിഡിനെതിരെയുള്ള മാച്ച് വരുമ്പോഴും ഈ പ്ലെയറിനെ എങ്ങനെ പൂട്ടുമെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ ലമീൻ യമാലിനെ നമ്മൾ എങ്ങനെ തളയ്ക്കുമെന്നുള്ളതെന്നൊക്കെ പറയുന്ന പോലെ മൈക്കൽ ഒലീസിനെ എങ്ങനെ റയൽ മാഡ്രിഡ് ആ ഒരു വിങ്ങിൽ ലോക്ക് ചെയ്യുന്നുള്ളത് നോക്കി കാണേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഓ നമ്മൾ ഒലീസിയ ആയിരിക്കും അല്ലെങ്കിൽ ഹാരി കെയ്ൻ ആയിരിക്കും ഒരു ബയറിന്റെ അറ്റാക്ക് ലീഡ് ചെയ്യാന്ന് പറയുമ്പോൾ, മറുപുറത്ത് റയലിന്റെ കേസിൽ എംബാപ്പെ, വിനീഷ്യസ്, ഫെഡെ വാൽവേർഡെ അങ്ങനെ പല മാച്ച് വിന്നേഴ്സും ഉണ്ട്. പലപ്പോഴും ഇവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് മത്സരം വിജയിക്കുന്നത്. ഹൂ യു കൺസിഡർ ആരായിരിക്കും ഒരു ബെസ്റ്റ് പെർഫോമർ ആവാൻ സാധ്യത റയലിന്റെ നിരയിൽ, അല്ലെങ്കിൽ ആര് കളിച്ചാൽ റയലിന് വിജയിക്കാനാവുമെന്ന് തോന്നുന്നു? ഈ റയലിൻ്റെ സംഭവം ഇതാണ്. ഇപ്പം ബയൺ മ്യൂണിക്കിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് ഇവരൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവും. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ കേസിൽ ഐ ഡോണ്ട് നോ ഹൗ ടു പ്രഡിക്റ്റ്. കാരണം നമ്മൾ എന്നെ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിൻ്റെ എതിരെയുള്ള മാച്ച് നമ്മൾ കണ്ടതാണ്. ലൈക്ക് ഐ നെവർ എക്സ്പെക്റ്റഡ് ഫെഡെ വാൽവേർഡെ ഒരു 3 ഗോൾ സ്കോർ ചെയ്ത് റയൽ മാഡ്രിഡിനെ ആ മാച്ചിൽ വിജയിപ്പിക്കുന്നുള്ളത് ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ബയൺ റയൽ മാഡ്രിഡ് എന്ന മാച്ചിൽ വരുമ്പോൾ ബയൺ മ്യൂണിക്ക് ചിലപ്പം ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തേക്കാം. അവർ പുഷ് ചെയ്ത് കളിക്കും. അവരുടെ എല്ലാ പ്ലെയേഴ്സും വിൻസെൻ്റ് കമ്പനി ഒരു സ്റ്റൈൽ വെച്ചിട്ട് സെൻറ്റർ ബാക്സ് പോലും ഹാഫ് ലൈൻ്റെ അപ്പുറത്ത് കളിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് വിൻസെൻ്റ് കമ്പനി. അപ്പം ഒരുപാട് ചാൻസസ് ബയൺ മ്യൂണിക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം. മേ ബി ഒരു 90 മിനിറ്റിൽ 80 മിനിറ്റോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബയൺ മ്യൂണിക്ക് ആയിരിക്കാം. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ 10 ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ചാൻസസ് ആവും. കാരണം വി നോ ദ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ. ആളുടെ സ്പീഡി ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ബയൺ മ്യൂണിക്കിൻ്റെ ഹൈ ലൈൻ അത്ര പ്രശ്നമല്ല. വി നോ ദേ ആർ ഓൾസോ ഡിഫെൻഡിങ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പീഡി വിങ്ങർ റയൽ മാഡ്രിഡ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എംബാപ്പേനെ പോലത്തെ ഒരു പ്ലെയർ അവിടെ റയൽ മാഡ്രിഡിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ, ഈ ഒരു ബയൺ മ്യൂണിക്കിൻ്റെ ഹൈ ലൈൻ കളിക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ മേ ബി അവിടെ ഒരു ബ്രേക്കിംഗ് വരാൻ ചാൻസ് ഉണ്ടായേക്കാം. വി നെവർ നോ. അപ്പോൾ റയൽ മാഡ്രിഡിന് കിട്ടുന്ന ചാൻസസ് എന്തായാലും ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ്. അവർ പെട്ടെന്നുള്ള വെർട്ടിക്കൽ അറ്റാക്കിന് പോകും. ഒരുപാട് പൊസിഷനിൽ വെക്കാതെ തന്നെ ഡയറക്റ്റ് മിനിമൽ ടച്ചസ് കൊണ്ട് ഫോർവേഡിലോട്ട് ബോൾ എത്തിക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ തന്നെ ആവും റയൽ മാഡ്രിഡ് ഈ ഒരു മാച്ച് കളിക്കുക.